നമ്മൾ ഈ ദുനിയാവിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല സന്ദർഭങ്ങളിലും പല വിഷയങ്ങളിലും നമുക്ക് ഒരു എതിരാളി പലപ്പോഴും ഉണ്ടായേക്കാം. അതൊരു പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാന ഘട്ടങ്ങളിൽ എപ്പോഴോ നമ്മോട് തർക്കിച്ച് നമ്മുടെ ശത്രുവായി മാറിയ ചില ആളുകൾ ഉണ്ടായേക്കാം. അവർ നമ്മെ കൊടുക്കാനും നമ്മെ പരാജയപ്പെടുത്താനും നമ്മെ നിരുത്സാഹപ്പെടുത്താനും പരിഹസിക്കാനും എപ്പോഴും മുന്നിട്ടിറങ്ങുന്നവരാണ്. ഒരുപക്ഷെ കോടതിയിൽ അവരുമായി ബന്ധപ്പെട്ട് നമുക്ക് കേസുണ്ടായിരിക്കും. ആ കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് നല്ല വിജയം ലഭിക്കേണ്ടി വരും. അത്തരം സന്ദർഭങ്ങളിലൊക്കെ ശത്രുക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അത്ഭുതകരമായൊരു ഇസ്മ അസ്മാഉൽ ഹുസ്നയിലുണ്ട്. വളരെ സവിശേഷമേറിയ ഇസ്മാണ്. ഈ ഇസ്മിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മളത് യൂസാക്കുകയാണെങ്കിൽ നമുക്ക് അനുകൂലമായ വിധിയും തീരുമാനവും വരും എന്നുള്ളതാണ്. ശത്രുക്കൾക്ക് ഒരു നിലക്കും നമുക്കെതിരെ വിജയിക്കാനോ നമുക്കെതിരെ തീരുമാനങ്ങൾ പറയാനോ നമുക്കെതിരെ നാക്കുകൾ ചലിപ്പിക്കാനോ ആകില്ല. അവരെ ഏത് രൂപത്തിലാണോ അവർ പ്രതിരോധിക്കുന്നത് അതിന് എല്ലാം അവർക്ക് തന്നെ വിനയാകുന്ന, അവർ തന്നെ സ്വയം കുഴിയിൽ വീഴുന്നത് പോലെ അനുഭവപ്പെടുന്ന രൂപത്തിലുള്ള നല്ല റിസൾട്ട് ലഭിക്കുന്നൊരു ഇസ്മാണിത്. ഇത് നമ്മൾ ഒരാളെ വെറുതെ നശിപ്പിക്കാനോ ആക്രമിക്കാനോ അങ്ങനെ ചെയ്യാനും കഴിയൂല. നമ്മളിത് നീതീകരിച്ച് നീതിമാനായ രൂപത്തിൽ, നീതിയുള്ള രൂപത്തിൽ, അള്ളാഹ് എന്ന ചിന്തയിൽ നമുക്ക് ഇസ്സത്ത് വേണം, അഭിമാനം വേണം, ഒരാളെ മുമ്പിലും വശലാകരുത്, ആരെ മുമ്പിലും തകരരുത്, അള്ളാഹ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാനുള്ള നല്ല സാഹചര്യങ്ങൾ വേണം എന്ന ഇഖ്ലാസിൻ്റെ നീയത്തോടു കൂടെയാണ് ഇത് ചൊല്ലുന്നതെങ്കിൽ തീർച്ചയായും അവൻക്കെതിരെ ആര് പ്രവർത്തിച്ചോ, ഏത് രൂപത്തിലാണ് ഇടപെടുന്നത്, ഒന്നിലും അവന് പരാജയപ്പെടൂല ഇത് ചൊല്ലുന്നയാൾ. അത്രമേൽ സവിശേഷമേറിയ ഒരു ഇസ്മാണ്. ഇൻഷാ അല്ലാഹ് നമുക്കിന്ന് അതിനെക്കുറിച്ച് പഠിക്കാം. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും ബുക്ക് ചെയ്യാതെയും വിളിക്കാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും ഇത് പറയേണ്ടി വരുന്നത്. ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കിയാൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഏതെല്ലാം ആഴ്ചകളിൽ ഉണ്ട് ഇല്ല എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന ഇസ്മ അൽ ഹക്കം എന്ന് പറയുന്ന ഇസ്മാണ്. എന്താണ് ഇസ്മ അൽ ഹക്കം? എങ്ങനെയാണ് ചൊല്ലേണ്ടത്? യാ ഹക്കമു യാ അള്ളാഹ്. ഈ ഇസ്മിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ശരിക്കും ഇതിൻ്റെ ഒരു അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി ഇത് എന്തിൽ നിന്നാണ് പിടിച്ചതെടുത്തത് ഈ ഇസ്മ എന്നുള്ളറിയോ? യാഥാർത്ഥ്യവും ഏറ്റവും സമ്പൂർണനുമായ വിധികർത്താവ് അള്ളാഹുവാണ്. ആ റബ്ബിൻ്റെ വിധിക്ക് മാറ്റമില്ല. ഈ ദുനിയാവിൽ എന്തു നടക്കട്ടെ അവൻ്റെ വിധിക്കൊരു മാറ്റവുമില്ല. നിർണയത്തിന് ഭേദഗതിയില്ല. അള്ളാഹു എന്താണ് നിർണയിച്ചത് അത് പിന്നെ ഭേദഗതിയില്ല അതിന്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. അള്ളാഹു നൽകിയതിനെ തടയാനോ അള്ളാഹു തടഞ്ഞതിനെ നൽകാനോ ഒരാൾക്കും സാധിക്കില്ല തന്നെ. അറബി ഭാഷയിലെ ഹുക്മ് എന്ന ആ പദത്തിൽ നിന്നാണ്, അതാണ് യഥാർത്ഥത്തിൽ വിധി എന്ന് പറയുന്ന പദം വരുന്നത്. അപ്പോൾ ഖലാ ഖദർ എന്ന് പറഞ്ഞാൽ അള്ളാഹു തീരുമാനിച്ചു വെച്ച എല്ലാ കാര്യങ്ങളും, അത് മുൻകൂട്ടി അള്ളാഹു എല്ലാം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ അള്ളാഹുവിൻ്റെ ഹുക്മിൻ്റെ കീഴിലാണ് വരിക. അപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് വരിക. അള്ളാഹു എല്ലാം മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ആ തീരുമാനിച്ചത് പ്രകാരമാണ്. അപ്പോൾ ഒരു ചോദ്യം വരും, അള്ളാഹു മുൻകൂട്ടി എല്ലാം തീരുമാനിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളോട് അങ്ങനെ ചെയ്യാൻ പറയണേ ഇങ്ങനെ ചെയ്യാൻ പറയണതിൽ അർത്ഥമുണ്ടോ എന്ന് ചോദ്യം വരും. ഇതൊക്കെ വലിയ വലിയ അഖീദയുടെ കിതാബുകളിലൊക്കെ ചർച്ച ചെയ്ത വളരെ വിശാലമായ വിഷയമാണ്. നമുക്കതിൽ നിന്നൊക്കെ ഒരു ആശയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഭാവിയിൽ നമ്മൾ 2026-ലും 2027-ലും ഇങ്ങനെയൊക്കെയാണ് ഇവൻ ചെയ്യാൻ പോകുക എന്നുള്ള കാര്യം അള്ളാഹുവിൻ്റെ ഇൽമിൽ നേരത്തെ അള്ളാഹുവിനറിയാം. അതുപ്രകാരം അള്ളാഹു എല്ലാം തീരുമാനിച്ചു വെച്ചതാണ്. നമുക്കൊരു കസ്ബ് ഇഖ്തിയാർ ഇവിടെയുണ്ട് എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ പ്രവേശിക്കുന്നില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ അസ്മാഉൽ ഹുസ്നയിലെ അൽ ഹക്കം എന്നുള്ള ഇസ്മ, അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന രൂപത്തിൽ അതെങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് എന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അൽ ഹക്കം എന്ന് പറയുന്ന ഇസ്മ നമ്മോട് ആവശ്യപ്പെടുന്നൊരു കാര്യമുണ്ട്. ഓരോ ഇസ്മും നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുമ്പോഴാണ് ആ ഇസ്മ കൊണ്ട് നമ്മൾ അമൽ ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് നല്ല ഫലം ലഭിക്കുക. ഈ ഇസ്മ നമ്മോട് ആവശ്യപ്പെടുന്നത് എന്താ? ഇസ്മ നമ്മോട് ആവശ്യപ്പെടുന്നത് എല്ലാ വിഷയങ്ങളും നീതീകരിച്ച് നീതിയോടുകൂടെ വർത്തിക്കുക.
നമ്മൾ ഇടപെടുന്ന വിഷയങ്ങൾ, നമ്മുടെ മക്കളുടെയാവട്ടെ, നമ്മുടെ കുടുംബത്തിലാവട്ടെ, ഇടപെടുന്ന മേഖലകളിലാവട്ടെ, എല്ലാ വിഷയങ്ങളും നീതിയോടുകൂടെ ആ വിഷയങ്ങളെ സമീപിക്കുക എന്നുള്ളതാണ് ഈ ഇസ്മ നമ്മോട് ആവശ്യപ്പെടുന്നത്. നമ്മൾ ഇടപെടുന്ന മേഖലകൾ, നമുക്ക് സ്വാധീനമുള്ള മേഖല, അവിടെ നിന്നും നീതിയില്ലാത്ത ഒരു കാര്യവും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കാൻ പാടില്ല. നീതിയോടുകൂടെയാണ് അതിലൊക്കെ ഇടപെടേണ്ടത് എന്നാണ്. വളരെ അമൂല്യവും ഭദ്രവും നിക്ഷേപ പൊരുളുകളും അടങ്ങിയ അതിവിശിഷ്ടമായ ഇസ്മാണ് അൽ ഹക്കം എന്ന് പറയുന്ന ഇസ്മ. ഈ ഇസ്മ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും 68 പ്രാവശ്യം ഉരുവിടലിനെ പതിവാക്കുകയാണെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഒരു കാലത്തും അയാൾക്ക് വഷളാകേണ്ടി വരികയില്ല, നല്ല സ്ഥാനം ലഭിക്കും. പതിവാക്കി ചൊല്ലുന്ന ആളിൻ്റെ വാക്കുകൾ എന്തും നടപ്പിൽ വരും. അവനത് പറയുന്നു, അവനേതെങ്കിലും ഒരു ഉന്നതമായ സ്ഥാനത്താണ് ഉള്ളത് എങ്കിൽ ആ സ്ഥാനത്തിരുന്ന് അവൻ പറയുമ്പോൾ അത് കേൾക്കാനും അതനുസരിക്കാനും അതിനോട് സഹവസിക്കാനുമൊക്കെ ആളുകൾ ധാരാളമായിട്ടുണ്ടാകും, അതിനോട് അനുകൂലിക്കാനൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ഇസ്മ ഏതെങ്കിലും ഒരു പൊസിഷനിൽ, അധികാരങ്ങളിലിരിക്കുന്നവർക്ക്, സംഘടനയുടെ നേതൃപദവിയിലിരിക്കുന്നവർക്ക്, ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ നേതൃസ്ഥാനത്തിലിരുന്ന് കാര്യങ്ങൾ പറഞ്ഞു നിയന്ത്രിക്കുന്നവർക്ക്, ഇടപെടുന്നവർക്കൊക്കെ കൂടുതൽ പ്രയോജനപ്പെടും. ഇനി അങ്ങനെ ഇത് ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിലും, അങ്ങനെ ഒരു സ്ഥാനത്തല്ല എന്നുണ്ടെങ്കിലും, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വേണ്ടി പോകുമ്പോൾ അതവർ കേൾക്കണം എന്ന് നമുക്ക് ആശയുണ്ടെങ്കിൽ ഈ ഇസ്മ ചൊല്ലിയിട്ട് ചെയ്താൽ മതി. ഈ നാമത്തിൻ്റെ അക്ഷരസംഖ്യ അനുസരിച്ച് ചൊല്ലലിനെ പതിവാക്കിയാൽ അതിന് വലിയ ഫലം ലഭിക്കുന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള വഴികളൊക്കെ അള്ളാഹു തുറന്നു തരട്ടെ. അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ഇത് ചൊല്ലുക. വെള്ളിയാഴ്ച രാവിൽ ഉറക്കം വരുന്നത് വരെ ഇതിനെ ഉരുവിട്ടുകൊണ്ടിരുന്നാൽ അയാളുടെ ഹൃദയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സകല രഹസ്യങ്ങളുടെയും പൊരുളുകൾ അള്ളാഹു നിക്ഷേപിക്കുന്നതാണ്. ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ അള്ളാഹു നമുക്ക് ചൊല്ലാനുള്ള തൗഫീഖ് നൽകട്ടെ, പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ശത്രുക്കൾ തകർക്കാൻ വരുന്നവർ, ശത്രുക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുള്ളവർ, ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ സാധിക്കാത്തവർ, പല നിലക്കും അവനെ കൊടുക്കാൻ ശ്രമിക്കുന്നു, എല്ലാ വാതിലുകളും അവനക്ക് മുമ്പിൽ അടയ്ക്കുന്നു. ഇങ്ങനെ തുടങ്ങിയിട്ട് ശത്രുക്കളുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളിലകപ്പെട്ടവർക്ക് ഈ ഇസ്മ ആത്മാർത്ഥമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ ബറക്കത്ത് ലഭിക്കാൻ കാരണമാകും. അസൂയാലുക്കളെല്ലാം നമ്മുടെ ഗുണകാംക്ഷിയായി തീരും, ശത്രുക്കളെല്ലാം നമ്മുടെ മിത്രമായി തീരും. ചില ആളുകൾക്ക് ശത്രു തകരണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവില്ല, അങ്ങനെ ആഗ്രഹിക്കാനും പാടില്ല. ശത്രു അവിടെ ഉണ്ടായിക്കോട്ടെ, അയാളിങ്ങനെ നമുക്ക് നമ്മുടെ മിത്രമായി കിട്ടിയിരുന്നെങ്കിൽ, അയാൾ നമുക്ക് അനുകൂലമായി കിട്ടിയിരുന്നെങ്കിൽ എന്ന് പ്രതീക്ഷിക്കുന്നവരാണ് പലരും. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇസ്മ പതിവായി ചൊല്ലാവുന്നതാണ്. തർക്കങ്ങളിലും കേസുകളിലൊക്കെ അനുകൂലമായ വിധി ലഭിക്കുവാൻ ഈ ഇസ്മ ധാരാളമായി ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ മതി. ആ ദുആ വളരെ പെട്ടെന്ന് സ്വീകരിക്കപ്പെടും. ഏറ്റവും വലിയ കോടതി അത് അള്ളാഹുവിൻ്റെ കോടതിയാണ്. അതിന് കീഴിലാണ് ഭൂമിയിലുള്ള ഇവിടെയുള്ള സുപ്രീം കോർട്ടും ഹൈക്കോർട്ടൊക്കെ അതിന് കീഴിലാണ് വരുന്നത്. ജഗന്നിയന്താവായ റബ്ബുൽ ഇസ്സത്താണ് എല്ലാം തീരുമാനിക്കുന്നത്. അള്ളാഹുവിൻ്റെ കയ്യിലാണ് എല്ലാം ഉള്ളത്. പക്ഷേ ആ കാര്യങ്ങളെല്ലാം തീരുമാനിക്കപ്പെടുന്നതിൻ്റെ മുമ്പ് ജനകോടതികളിൽ നിന്ന്, നമ്മുടെ സുപ്രീം കോർട്ട് ഹൈക്കോർട്ടുകളിൽ നിന്നൊക്കെ തീരുമാനിക്കപ്പെടുന്ന തീരുമാനങ്ങളൊക്കെ റബ്ബിൻ്റെ തീരുമാനത്തിന് പുറത്തല്ല. എല്ലാം അള്ളാഹു തീരുമാനിക്കുന്നത് പോലെയാണ് എല്ലാ വിധികളും വരിക. അതുകൊണ്ട് കേസുകളിലകപ്പെട്ടവർ, കള്ളക്കേസുകളിലകപ്പെട്ടവർ, ചതിയിലും വഞ്ചനയിലും പെട്ട് തകർന്നു പോയവർ, ജയിലുകളിലകപ്പെട്ടവരും പേടിക്കേണ്ടതില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല നല്ലൊരു വഴി തുറന്നു തരും. അസ്മാഉൽ ഹുസ്നയിലെ ഇസ്മ വളരെ എളുപ്പമാണ് ചൊല്ലാൻ, പതിവാക്കിയാൽ മതി. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം അങ്ങനെ ഇത് ചൊല്ലിക്കൊണ്ടിരുന്നാൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ നിന്ന് വല്ലതും വിധിച്ചാൽ അത് നടപ്പിൽ വരുത്താൻ അള്ളാഹു ബാധ്യസ്ഥരാണ്. ഭൂമിയിലുള്ള കോടതികൾ അപ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ അള്ളാഹു തീരുമാനിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നമുക്ക് മുമ്പിൽ തുറന്നു കിട്ടും. നമ്മുടെ കേസുകൾ ആദ്യമായി അള്ളാഹുവിൻ്റെ കോടതിയിലാണ് നമ്മൾ ഹാജരാക്കേണ്ടത്. നമുക്കതിന് കഴിയാറുണ്ടോ? എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോഴേക്ക് ആദ്യമായിട്ട് അത് റബ്ബിലേക്ക് സമർപ്പിക്കാൻ കഴിയാറുണ്ടോ? അങ്ങനെ കഴിയുമ്പോൾ അത് നമുക്ക് നല്ല അനുകൂലമായ എത്രയോ തീരുമാനങ്ങൾ വരാൻ കാരണമാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിൻ്റെ അക്ഷരസംഖ്യ എന്ന് പറയുന്നത് 68. ഇങ്ങനെ 68. ഹ എന്ന് പറഞ്ഞാൽ അത് 8, കാഫ് അത് 20, മീം എന്ന് പറയുന്നത് 40, ആകെ 68.
ഇതിൻ്റെ ഖാദിമ്, അതിൻ്റെ അണികളൊക്കെ ഇത് ചൊല്ലുന്നവർക്ക് ഖിദ്മത്ത് ചെയ്യുമെന്നുള്ളതാണ്. ഇതിനൊരു പ്രത്യേക ദുആ ഒക്കെ ഉണ്ട്. യാ ഹക്കം അൻതൽ ഹാക്കിം അലാ ലവാഹിരിൽ ഖൽഖി വബവാത്തിനിഹിം വ അൻതൽ ഖാലി അലാ എന്ന് തുടങ്ങിയിട്ടുള്ള വളരെ സവിശേഷമേറിയൊരു ദുആ ഒക്കെ ഉണ്ട്. ഞാനത് ഇപ്പോൾ പറയുന്നില്ല, പറയേണ്ട ആവശ്യമില്ല. ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ തന്നെ മതി. ഇൻഷാ അല്ലാഹു നമുക്ക് ഖൈറിൻ്റെ എല്ലാ വഴികളും റബ്ബ് സുബ്ഹാനഹു വ തആല തുറന്നേരട്ടെ. നിങ്ങളൊക്കെ എനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണമെന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.